الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس أنتم الفقراء إلى الله والله هو الغني الحميد സ്നേഹധന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ വിധിവിലക്കുകൾ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണമില്ലാതെ ജീവിക്കാൻ ഉതകില്ല എന്നുള്ളത് ദുനിയവിയ ജീവിതം കൊണ്ടെല്ലാം ബോധ്യപ്പെടുന്നതാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുന്നതും പഠിപ്പിക്കുന്നതുമായ വചനം യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ടല്ല, നേരെ മറിച്ച് ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണോ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കപ്പെട്ടവരാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആശ്രയമില്ലാതെ നമ്മുടെ ഒരു ജീവിതവും ഒരു സെക്കൻഡും ഒരു മണിക്കൂറും കടന്നു പോകില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ കിബിർ നടിച്ചാലും എത്ര തന്നെ അഹന്ത നടിച്ചാലും, ഇരിക്കുന്ന ആരോഗ്യമുണ്ടല്ലോ, ഒരുപാട് സമ്പത്തുണ്ടല്ലോ, പണമുണ്ടല്ലോ, കുടുംബമുണ്ടല്ലോ, ആളുകളുണ്ടല്ലോ എന്നെല്ലാം വ്യാഖ്യാനിച്ചാലും ഒരു മനുഷ്യനോ ഒരു പനി വന്നാൽ ആ പനിയെ ശിഫയാക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല സഹായം വേണം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ഉടനീളം എത്ര തന്നെ സമ്പത്തുണ്ടെങ്കിലും തൻ്റെ ജീവിതം മരിക്കുന്നത് വരെ റബ്ബിനെ ആശ്രയിക്കാതെ ലോകത്ത് ഒരു മനുഷ്യ കുഞ്ഞിന് ജീവിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം നമ്മൾ അത്രമേ ദൃഢപ്പെടുത്തണമെന്ന് ഇസ്ലാമിക ലോകം പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം നമ്മൾ ആ റബ്ബ് എനിക്ക് ആശ്രയിക്കേണ്ട, എൻ്റെ പ്രയാസങ്ങൾ അറിയുന്ന, എൻ്റെ സങ്കടങ്ങൾ അറിയുന്ന,
എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന, അതെല്ലാം നടപ്പാക്കി തരാനുള്ള, അതിലെല്ലാം സഹായിക്കാനുള്ള ഏക ആശ്രയം എന്നുള്ളതോ എൻ്റെ റബ്ബാണ്. എൻ്റെ മാതാപിതാക്കളോ എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ എൻ്റെ കൂട്ടുകാരോ എൻ്റെ നാടോ എൻ്റെ ആരും എൻ്റെതായ ആഗ്രഹങ്ങൾക്കും എൻ്റെതായ അസുഖങ്ങൾക്കും എൻ്റെതായ പ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടെത്തി തരാൻ പൂർണ്ണാർത്ഥത്തിൽ അവർക്ക് കഴിയില്ല എന്ന ബോധ്യമുള്ളവരാണ് ഓരോ മുസ്ലിം. അതുകൊണ്ട് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിരന്തരമായ ബന്ധം പുലർത്താനും ആ റബ്ബിനുള്ള സാമീപ്യം കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അടക്കം പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പ്രവാചകരെ, അങ്ങയോടെങ്ങാനും മനുഷ്യരാശി ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ദാസന്മാർ എൻ്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, നീ അവരോട് ചെന്ന് പറയണം, ഞാൻ നിന്റെ സമീപസ്ഥനാണ്. എൻ്റെ ദാസന്മാർ റബ്ബിനെ കുറിച്ച് ചോദിക്കുന്നുവെങ്കിൽ ആ ദാസന്മാരോട്, ആ മനുഷ്യരോട് പറയണം, നിങ്ങളുടെ സമീപസ്ഥനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും, കൊറോണ വന്നു, നമ്മളെല്ലാം ക്വാറന്റൈനിൽ കിടന്നു, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭാര്യ നമ്മുടെ മക്കളോ അങ്ങനെ തുടങ്ങിയ സകല ബന്ധുമിത്രാദികളെല്ലാം നമ്മെ ഒറ്റപ്പെടുത്തിക്കൊണ്ടോ ഒരു മുറിയിൽ അടച്ചിടുമ്പോഴും റബ്ബ് സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്. ആ ഒരു ആത്മവിശ്വാസം, ആ ഒരു ദൃഢമായ വിശ്വാസമാണ് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടത്. പലപ്പോഴും ഹിജ്റുമായി ബന്ധപ്പെട്ട ചരിത്രം കേൾക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഈ ഒരു വർഷം കഴിഞ്ഞ അടുത്ത പുതിയ വർഷത്തിലേക്ക് കടക്കുന്ന സമയമാണ്. ഈ സമയത്തെല്ലാം കേൾക്കുന്ന ചരിത്രമുണ്ട്. സൗർ ഗുഹയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു കടന്നു പോവുകയും അവിടെ ഒളിഞ്ഞിരിക്കുന്ന സമയത്തോ, ശത്രുക്കൾ ആ സൗർ ഗുഹത്തെ വളയം ചെയ്യുന്ന സമയത്തോ, അവിടെ വെച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി ചോദിക്കുന്ന ചോദ്യമുണ്ട്, പ്രവാചകരെ, അവരെങ്ങാനും ഒന്ന് കുനിഞ്ഞാൽ, പ്രവാചകരെ, അവരെന്നെ കാണുമെന്ന ഭയമല്ല, അവരെങ്ങാനും കുനിഞ്ഞാൽ പ്രവാചകരെ 100 ഒട്ടകത്തിന് വേണ്ടി അങ്ങയെ കണ്ടാൽ വധിക്കുമല്ലോ എന്ന് ഭയമാകുന്നുണ്ട് പ്രവാചകരെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയത്തോടെ പരാതി പറയുമ്പോൾ, ആ സംസാരിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അത്രമേൽ ഭയത്തോട്, അത്രമേൽ ഭയപ്പാടോടുകൂടി, അത്രമേൽ വലിയ പ്രതിസന്ധിയോടുകൂടി ഒരു മനുഷ്യൻ കഴിയുമ്പോഴും ആ മനുഷ്യനകത്തുണ്ടാകേണ്ട വിശ്വാസമാണ് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നീ ഭയപ്പെടേണ്ട, നമ്മൾ രണ്ടുപേരല്ല, നമ്മോട് റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്. അഥവാ റബ്ബിന്റെ സാമീപ്യം അത്രമേൽ അടുത്താണെന്ന് ആ ഫൗറുമായി ബന്ധപ്പെട്ട ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം. അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തതോ ഹഫ്സ റളിയല്ലാഹു അൻഹയാണ്, അഥവാ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു മകളാണ്, ആയിഷ റളിയല്ലാഹു അൻഹ ഏട്ടത്തി. ഹഫ്സ റളിയല്ലാഹു അൻഹ അവർക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുകയും തിരിച്ച് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ വെച്ചുകൊണ്ട് അബൂജഹൽ ചോദിക്കുന്നുണ്ട് ഹഫ്സ റളിയല്ലാഹു അൻഹയോട്, എവിടെയാണ് നിന്റെ പിതാവ്, എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അബൂജഹൽ ചോദിക്കുന്ന സമയത്തും ഹഫ്സ റളിയല്ലാഹു അൻഹ അവിടെ വെച്ചുകൊണ്ട് ഒരു കളവ് പറയാതെ എനിക്കറിയില്ല എന്നല്ല പറഞ്ഞത്, നേരെ മറിച്ച് ഞാൻ പറയില്ല എന്നാ പറഞ്ഞത്. എന്താ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കോ അവിടെ വെച്ച് അബൂജഹലിനെ പോലുള്ള വലിയ കില്ലാടിക്ക് മുന്നിൽ പതറാതെ ധൈര്യത്തോടു കൂടി പറയില്ല എന്ന തന്റെ ഇടത്തോടെ പറയാനുള്ള ധൈര്യം, എനിക്കെന്റെ റബ്ബുണ്ട് എന്റെ കൂടെ. അബൂജഹൽ എന്ത് കാട്ടിയാലും എന്റെ റബ്ബ് കാണുന്നുണ്ടോ, എന്റെ റബ്ബ് കാണുന്നുണ്ടോ, എന്റെ റബ്ബ് ഖൈറുണ്ടാകും, നാളെ പരലോക സ്വർഗമുണ്ടോ എന്ന വിശ്വാസമാണോ, ആ ദൃഢമായ വിശ്വാസമാണോ ഹഫ്സ റളിയല്ലാഹു അൻഹയ്ക്കോ അവിടെ വെച്ചുകൊണ്ട് പറയില്ല എന്ന് പറയാനുള്ള ധൈര്യമെന്നോ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ സമയത്ത് അബൂജഹൽ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ മുഖത്തടിക്കുന്നുണ്ട്. അടിയുടെ ആഘാതം കൊണ്ടോ വീണ്ടും ചോദിക്കുമ്പോഴും ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ പറയില്ല എന്നാണ്. എത്ര തന്നെ വേദനിച്ചാലും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ടോ, എത്ര തന്നെ സങ്കടപ്പെട്ടാലും എൻ്റെ റബ്ബന്റെ കൂടെയുണ്ടോ എന്ന ആത്മവിശ്വാസമാണോ ഇത്തരത്തെ സ്വഹാബ വനിതകൾക്കും ഇത്തരം സ്വഹാബികൾക്കും എല്ലാം ഉള്ള ആത്മധൈര്യമെന്നോ നാം മനസ്സിലാക്കേണ്ടത്. ഹിജ്റയുടെ പാഠം പഠിക്കുമ്പോൾ അള്ളാഹു ഉണ്ട് കൂടെ എന്ന ആ സന്ദേശമാണോ ഹിജ്റയുടെ തുടക്കം മുതൽ ആ ഹിജ്റയുടെ ഓരോ യാത്രയിലെയും ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് കാണാൻ കഴിയുക. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അത്രമേൽ സമീപസ്ഥനാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടോ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബു ലി. അതെ, നിന്റെ അടിമകളോട് പറയണം, നിങ്ങൾ എന്നോട് ചോദിച്ചോളി. അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചോളി. നിങ്ങൾക്ക് സങ്കടങ്ങളുണ്ടോ, പ്രയാസമുണ്ടോ, നിങ്ങൾക്ക് വേവനാദികളുണ്ടോ, നിങ്ങൾ എന്നോട് ബോധിപ്പിച്ചോളി, ഞാൻ ഉത്തരം നൽകാമെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്ത് ചെയ്യണം? ചോദിക്കണം.
റബ്ബിനോട് ചോദിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഒരുപാട് സങ്കടങ്ങളുണ്ടോ, ഒരുപാട് പ്രയാസങ്ങളുണ്ടോ, ഒന്നും മാറി കിട്ടുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടതോ നമ്മൾ എത്രത്തോളം ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ബന്ധം പുലർത്തി. ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോ ആ റബ്ബിനോടോ ഞാൻ എൻ്റെ സങ്കടങ്ങൾ എത്രത്തോളം പടച്ചറപ്പിന് മുന്നിൽ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സങ്കടങ്ങൾ മാത്രമല്ല, നമുക്ക് സന്തോഷമുണ്ടാകുമ്പോ നമുക്ക് ഹൈറുണ്ടാകുമ്പോ നന്മയുണ്ടാകുമ്പോ ആ നന്മയും റബ്ബിനോട് പറയണമെന്നാണ്. വെറും സങ്കടങ്ങളും നമ്മുടെ പരാതികളും നമ്മുടെ പ്രയാസങ്ങളും മാത്രമല്ല, അള്ളാഹുവിന്റെ നിഅമത്തുകൾ കിട്ടിയാൽ റബ്ബിനോട് ശുക്ർ ചെയ്യുകയും ആ ശുക്ർ ചെയ്തുകൊണ്ട് റബ്ബിനോട് സാമീപ്യത്തിലേക്കോ നമുക്ക് എത്താൻ കഴിയേണ്ടതുണ്ട്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അത്രമേൽ സമീപസ്ഥനാണ് എന്നോ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നുവെങ്കിൽ തന്റെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചൊരു മനുഷ്യന്റെ ആ കരങ്ങൾ വെറും കഴിയോടെ മടക്കാൻ, അഥവാ ഉത്തരം നൽകാതെ മടക്കി പറഞ്ഞയക്കാൻ അള്ളാഹുവിന് അത്രമേൽ ലജ്ജയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ അടിമ ഒരു കാര്യം ചോദിച്ചിട്ടോ ആ കാര്യം നടപ്പാക്കി കൊടുക്കാതെ അല്ലെങ്കിൽ അതിന് തീർപ്പുണ്ടാക്കാതെ ആ കരങ്ങളെ വെറും കൈയോടെ മടക്കുക എന്നുള്ളതോ അള്ളാഹുവിനേറെ ലജ്ജയുള്ള കാര്യമാണ് എന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ ചോദിക്കാൻ തയ്യാറാണെന്നാണ്. റബ്ബ് പറഞ്ഞാണ് ചോദിച്ച ഉത്തരം നൽകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദ്യങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനേറെ ഇഷ്ടം നിരന്തരമായി ചോദിക്കുന്ന മനുഷ്യരോടാണ്. മനുഷ്യർക്കാകട്ടെ ഒരു കാര്യം നിരന്തരമായി ചോദിക്കുമ്പോൾ ആ മനുഷ്യന് ഉറപ്പാണ്. പക്ഷെ നേരെ മറിച്ചോ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കോ നിരന്തരമായി ചോദിക്കുന്ന മനുഷ്യരോടാണ്. തന്റെ പ്രയാസങ്ങളും തന്റെ സന്തോഷങ്ങളും എല്ലാം റബ്ബിനോട് നിരന്തരമായി പങ്കുവെക്കുന്ന മനുഷ്യരോടാണോ അള്ളാഹുവിനോ ഏറെ ഇഷ്ടമെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ ചോദിക്കാൻ മടി കാണിക്കരുതെന്നാണ് വിശുദ്ധം പഠിപ്പിക്കണ്ടല്ലോ. അള്ളാഹുവിനോട് ചോദിക്കാൻ മടി കാണിക്കുന്ന ആളുകളെ കുറിച്ചോ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മൾ ഉണർത്തുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പ്രാർത്ഥനയില്ലാതെ അള്ളാഹുവിനോടുള്ള തേട്ടമില്ലാതെ എങ്ങനെയാണോ നിങ്ങളെ രക്ഷിതാവ് പരിഗണിക്കുക എന്നോ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്. അള്ളാഹിന്റെ അടിമയെ അള്ളാഹ് പരിഗണിക്കണമെങ്കിൽ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാകണമെന്നാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ വേവലാതി നമ്മുടെ സന്തോഷങ്ങളും എല്ലാം റബ്ബിനോട് പങ്കുവെക്കുന്നവരാകണമെന്നാണ്. ആ റബ്ബിനോട് പങ്കുവെക്കാതെ എങ്ങനെയാണോ അള്ളാഹു നിങ്ങളെ പരിഗണിക്കാന്നാണ്. നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരമാണോ റബ്ബിനോട് പറയണം. സന്തോഷം ഉണ്ടാകുമ്പോൾ ആദ്യം റബ്ബിനോട് പറയണം. നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ റബ്ബിനെ മറക്കും. നമ്മൾ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ അങ്ങേയറ്റം താങ്ങാനാകാത്ത ചെയ്യെത്തുമ്പോൾ റബ്ബിനോട് പടച്ചോനെ കാക്കണേ എന്നല്ല, നേരെ മറിച്ചു നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും ഏത് സമയത്തായാലും നമ്മൾ നിരന്തരമായി കൊണ്ടോ ഒരു ദിവസം 2-3 നേരമെങ്കിലും പടച്ച റബ്ബിനോട് സംസാരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. ആ നിലയ്ക്ക് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടേതായ കാര്യങ്ങളും റബ്ബിനോട് നിരന്തരമായി ബന്ധം പുലർത്തുന്ന മനുഷ്യരോടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കോ അത്രമേൽ ഇഷ്ടമാണ് എന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് താല്പര്യത്തോടു കൂടി ചെയ്തു കൊടുക്കുമെന്ന് ഇസ്ലാമിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടോ ആ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, ആ റബ്ബിനോട് അപേക്ഷിക്കുന്ന, ആ റബ്ബിനോട് തേടുന്ന യഥാർത്ഥ മുസ്ലിമാകാൻ നമ്മൾ കഴിയേണ്ടതുണ്ടോ? ആ നിലക്കുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊപ്പം നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം കരസ്ഥമാക്കുക എന്നുള്ളത് പ്രാർത്ഥനയുടെ മാത്രമാണ്. ഒരു വിശ്വാസി 5 നേരം നമസ്കരിക്കുന്നുണ്ട്. ആ നമസ്കാര ദിക്റും ദുആകളും അവൻ അർത്ഥം അറിഞ്ഞും അറിയാതെയും എല്ലാം ചൊല്ലി തീർത്തു അവൻ്റെ ഒരു ബാധ്യത നിർവഹണം എന്ന നിലക്ക് നിർവഹിച്ചു പോകുന്നുണ്ട്. എന്നാൽ മറ്റു വിശ്വാസിയാകട്ടെ തൻ്റെ നമസ്കാരം വളരെ കൃത്യമായി കൊണ്ടോ ആശയമറിഞ്ഞോ അത് പഠിച്ചോ ആ നിലക്ക് നമസ്കരിക്കുന്നു. നമസ്കാര ശേഷം പ്രാർത്ഥിക്കുന്നു. റബ്ബുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ബന്ധം പുലർത്തുന്നു. അള്ളാഹു ഏറെ താല്പര്യത്തോട് കാണുക അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന വിശ്വാസികളോടാണ്. വിശുദ്ധ ഖുർആനിലെ ഒട്ടനേക സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖാല റബ്ബുക്കും അദ്ഉനി അസ്തജിബ് ലക്കും.
എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നുവെങ്കിൽ, എന്നോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ അവർക്ക് ഉത്തരം നൽകാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയാണ്, ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. ഇനി അതല്ല, ഒരു അടിമ തീരുമാനിക്കാൻ, എന്നോട് പ്രാർത്ഥിക്കണ്ടെന്നൊരു മനുഷ്യൻ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ എന്നോട് പ്രാർത്ഥിക്കാതെ തീരുമാനം എടുക്കണ്ട, പ്രാർത്ഥിക്കാൻ തൻ്റെ ദുന്യവിയായ കാരണങ്ങൾ കൊണ്ട് സമയം കണ്ടെത്താതെ അവൻ പ്രാർത്ഥിക്കാതെ തൻ്റെ വിഷമങ്ങളൊന്നും പറയാതെ അങ്ങനെ എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുക, ആ രീതിയിൽ അവൻ അഹങ്കാരത്തോടു കൂടി നടക്കുന്നുവെങ്കിൽ ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. അള്ളാഹുവിന്റെ സാമീപ്യം വേണ്ട, അള്ളാഹുവിനെ ആശ്രയം എനിക്ക് വേണ്ട എന്ന മനോഭാവത്തോടു കൂടി ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും, അതൊന്നും എനിക്കൊരു വിഷയമല്ല, അതെല്ലാം ഞാൻ പരിഹരിക്കും, അതിനൊക്കെ ഞാനോ കരുത്തുണ്ടോ എന്ന അഹങ്കാരത്തെ വർത്തമാനം പറയുന്ന മനുഷ്യൻ, അങ്ങനെ തുടങ്ങി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്ന, പ്രാർത്ഥനയിൽ ഒരു അല്പം ബാക്കോട്ട് നിൽക്കുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രയോഗം, അത്തരം കിബിറോടുകൂടി നടക്കുന്ന മനുഷ്യർ അവർ വഴിയെ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിലായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധം പഠിപ്പിക്കുകയാണ്. അഥവാ അള്ളാഹുവിനെ തേടാത്ത മനുഷ്യർ, അള്ളാഹുവിന് ആശ്രയം വേണ്ടാത്ത മനുഷ്യർ, ഇതിനാർക്കാണ് പരിഹാരമുള്ളതോ? ചില ആളുകളൊക്കെ അങ്ങേ അറ്റത്തുമ്പോൾ പറഞ്ഞു പോകുന്ന വർത്തമാനാണ്. ചിലപ്പോൾ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മളെന്നെ ചോദിച്ചു പോകും, എന്തിപ്പോ റബ്ബ് നമ്മളെ മാത്രമേ പരീക്ഷിക്കണതോ? ഞാൻ 5 നേരം നമസ്കരിക്കണല്ലേ, ഞാൻ സക്കാത്ത് കൊടുക്കണല്ലേ, ഞാൻ ഒരുപാട് സാധുക്കൾക്ക് സ്വതക്ക കൊടുത്തിട്ടില്ലേ, എന്നിട്ട് എന്തിനാ റബ്ബ് എന്നെങ്ങനെ പരീക്ഷിക്കണതോ എന്ന് റബ്ബിന്റെ പരീക്ഷണത്തെ ചോദ്യം ചെയ്യുന്ന മനുഷ്യർ. അങ്ങനല്ല, ഏതൊരു പരീക്ഷണം ഉണ്ടാവും റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പരീക്ഷണം 2 തരത്തിലാണ്. ഒന്ന്, വിശ്വാസം സംബന്ധിച്ചിടത്തോളം അത് ഖൈറാണ്, അവിശ്വാസം സംബന്ധിച്ചിടത്തോളം അത് ശിക്ഷയുമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വിശ്വാസത്തിലേക്ക് അവന്റെ മനസ്സിനകത്ത് ഉണ്ടാകേണ്ടതോ, എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുന്നതോ എനിക്ക് ഖൈർ നൽകാനാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ, ഒരു ഞെരുക്കത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട് എന്ന് പഠിപ്പിച്ചതോ എന്റെ റബ്ബാണെങ്കിൽ എനിക്കൊരു എളുപ്പം വരാനുണ്ടോ, എനിക്കൊരു ഖൈർ വരാനുണ്ടോ? ഇന്നത്തെ എന്റെ സാമ്പത്തിക പ്രയാസം ഇൻഷാ അല്ലാഹ് നാളേക്ക് എനിക്ക് വലിയ സുഖം ണ്ടോ എന്ന വിശ്വാസത്തോടെ എന്റെ സമീപസ്ഥനെ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ആ ഖൈറിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യനാകണമെന്നാണ്. അങ്ങനെയുള്ള മനുഷ്യർക്കാണോ, അത്ര മനുഷ്യരുടെ കാര്യത്തെക്കുറിച്ചാണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ? അജബൽ മുഅ്മിൻ, മുഅ്മിനീങ്ങളൊക്കെ അത്ഭുതം എന്നാണ്. അവർക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും, അവർക്ക് എന്ത് സങ്കടം ഉണ്ടായാലും, അവർക്ക് എന്ത് നിലക്കുള്ള ബുദ്ധിമുട്ടും അവർ നേരിട്ടാലും അവർ റബ്ബുണ്ട് എന്ന പ്രതീക്ഷ മുന്നോട്ട് പോകുന്നതാണ്. നമുക്കറിയാലോ, നമ്മൾ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ ഓരോ ചരിത്രം എടുക്കുമ്പോഴും അവർക്കെല്ലാം നേരിടുന്ന ഓരോ പരീക്ഷണത്തിലും ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ പരീക്ഷണ സമയത്തും ആ വേദന അനുഭവിക്കുന്ന സമയത്തും അവിടെ വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് പ്രതീക്ഷയോടുകൂടി അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് പ്രഖ്യാപിക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായ ആ ഈമാൻ, ആ പ്രതീക്ഷയാണ്. എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ. ഹാജറുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ പത്നിയെ ആ മക്കയിലേക്ക് ആക്കിയിട്ട് പോകുമ്പോൾ അവിടെ ചോദിക്കുന്നുണ്ടല്ലോ, യാ ഇബ്രാഹിം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണോ എന്നെയും മകനെയും ഇവിടെ ഉപേക്ഷിച്ചതെങ്കിൽ താങ്കൾ പോയിക്കൊള്ളുക, ഞങ്ങളെ കാര്യം അള്ളാഹ് ഏറ്റെടുക്കുന്നതാണ്. ഈ ഒരു വിശ്വാസമാണ്, ഈ ഒരു ആത്മവിശ്വാസമാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോണതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ മതി, ഒരു കൊറോണ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ വേറെ അസുഖം ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു ചെറിയ പനി ഉണ്ടായാൽ മതി, അപ്പോഴേക്കും എന്തൊരു കഷ്ടപ്പാടാണോ, എന്തൊരു ഇടങ്ങാറാണോ, എൻ്റെ അസുഖം പഠിച്ച കേൾക്കണില്ലല്ലോ, മാറ്റില്ലല്ലോ, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് പഠിച്ചൊന്നുമില്ല, പ്രാർത്ഥിക്കാത്ത ഓനക്ക് കൊടുത്തല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ചിന്ത ഒരു വിശ്വാസത്തിൽ പാടില്ല എന്നാണ്. നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയത് ഖൈറാണ്, കിട്ടിയിട്ടില്ലെങ്കിലോ അതും ഖൈറാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖൈറായ നിലയ്ക്ക് തരുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രാർത്ഥന നിരന്തരമായി റബ്ബിനോടോ, റബ്ബ് പെട്ടെന്ന് ഉത്തരം നൽകുന്ന ഒരുപാട് സമയം പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചോ ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിലുള്ള സമയം വേറെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണെന്നോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെയാണോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അഥവാ രാത്രിയുടെ അവസാന സമയത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്ത് ഇറങ്ങിയെന്നുകൊണ്ട് മനുഷ്യരോട് ചോദിക്കാൻ, മനുഷ്യരെ നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടോ? നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ വേണോ, പാപമോചനമാണോ? ഇവാണെങ്കിൽ ചോദിച്ചോളി മനുഷ്യരെ എന്നോ അള്ളാഹു ആകാശത്തുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല 1-ാം ആകാശത്തേക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങി വന്നോ, മനുഷ്യരോട് ചോദിക്കുക, മനുഷ്യരെ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ വേണോ, ആഗ്രഹങ്ങളുണ്ടോ? ചോദിച്ചോളി, ഞാൻ തരാൻ തയ്യാറാണ് എന്ന നിലയ്ക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഇരു കരങ്ങൾ നീട്ടി മനുഷ്യരുടെ പ്രാർത്ഥനകൾക്കായിക്കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി അന്ത്യയാമങ്ങളിൽ ഇറങ്ങി വരുമ്പോൾ നമ്മൾ അന്നേരം റബ്ബിനോട് ചോദിക്കുന്ന
ജീവിക്കുന്നവരാണോ കിടന്നുറങ്ങുന്നവരാണോ നമ്മൾ ആലോചിക്കേണ്ടതുണ്ടോ? സുബഹിക്ക് മുമ്പ് ഏതായാലും സുബഹിക്ക് എഴുന്നേൽക്കണം, അതിന് അരമണിക്കൂറോ ഒരു 3/4 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റുകൊണ്ടോ ഒരു വിത്ര നമസ്കരിച്ചോ പടച്ചറപ്പിനോട് നമ്മുടെ വേവലാതികളും നമ്മുടെ സങ്കടങ്ങളും നമ്മൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ക്രൈസിസ് വന്നാലും നമുക്ക് പ്രതീക്ഷ ഉണ്ടോ? എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, എൻ്റെ റബ്ബുണ്ടെൻ്റെ കൂടെ എന്ന പ്രതീക്ഷ നമുക്ക് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകണം. അതോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ പ്രവാചകൻ സ്വന്തം പഠിപ്പിക്കുന്നുണ്ടോ, ഒരിക്കലും ധൃതി കൂട്ടാൻ പാടില്ല എന്നാണ്. ഇന്ന് പ്രാർത്ഥിച്ച് നാളെ കിട്ടണം, ആ രീതി പാടില്ല. പടച്ചോനെ എനിക്ക് അടുത്ത ആഴ്ച ഇങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥിക്കുമ്പോൾ ധൃതി കൂട്ടരുതെന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ പ്രാർത്ഥന 3 നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുമെന്നാണ്. ഒന്നുകിൽ ആ ചോദിച്ച സംഗതി അള്ളാഹു നേർക്ക് നേരെ തരും, അല്ലെങ്കിലോ നമ്മൾ ആ പ്രാർത്ഥന നിമിത്തം നമുക്ക് നേരിടാൻ പോകുന്ന അതിനേക്കാൾ വലിയ പരീക്ഷണമുണ്ടോ ആ പരീക്ഷണത്തെ, ആ വിധിയെ അള്ളാഹു തടഞ്ഞു മാറ്റുമെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചു. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ ആ മനുഷ്യർ നേരിടാൻ പോകുന്ന ഏതെല്ലാം പരീക്ഷണമുണ്ടോ ആ പരീക്ഷണത്തിന്റെ അള്ളാഹുവിന്റെ ആ വിധിയെ ആ മനുഷ്യന്റെ മരണം വരെ അവിടെ സംഘട്ടനം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതോ വിധിയെ മാറ്റിമറിക്കാൻ പ്രാർത്ഥന കൊണ്ട് കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമല്ലെങ്കിൽ നാളെ പരലോകത്തോ അള്ളാഹു ഖൈറ നൽകുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഒരു ചെറിയൊരു കുട്ടി തന്റെ വീട്ടിനകത്തെ അടുപ്പത്തിൽ തീക്കണത് കാണുമ്പോൾ അത് പിടിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടോ ഉമ്മ എന്ന നിലക്കോ കണ്ടു നിൽക്കുന്ന ഉപ്പ എന്ന നിലക്കോ ആരായാലും ആ കുട്ടിയുടെ കൈയൊന്ന് മാറ്റി വെക്കും. എന്തേ കാരണം? നമുക്കറിയാം തീക്കണൽ പിടിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താ നമുക്കറിയാം. പക്ഷേ സ്വാഭാവികമായിട്ട് കുട്ടി വീണ്ടും കരയാൻ തുടങ്ങും. കുട്ടികൾ കിട്ടിയേ പറ്റുള്ളൂ. കുട്ടിയെ വാശി പിടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ വാശി പിടിക്കുന്ന കുട്ടിയുടെ കൈ നമ്മൾ ഒരു കാരണവശാലും ആ തീക്കണലിലേക്ക് കൊണ്ടുപോയി വെക്കൂല എന്നുള്ളതാണ്. എന്നതുപോലെയാണോ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് ഹൈറാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തരും. അള്ളാഹു തന്നിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതോ എനിക്കതല്ല, അതിനേക്കാൾ ഹൈറായത് മറ്റെന്തോ റബ്ബ് സുബ്ഹാനഹു വ തആല കണ്ടുവച്ചിട്ടുണ്ട് എന്ന ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ടോ? അതേപോലെ തന്നെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന മറ്റു സമയങ്ങളാണോ? ജുമാ ദിവസം, വെള്ളിയാഴ്ച ദിവസം പകലിലേതൊരു സമയമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിക്കുന്ന സമയത്ത് അടയാളപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പകലിലേതൊരു സമയമാണോ ആ സമയത്തുള്ള പ്രാർത്ഥനക്കോ വലിയ ഉത്തരം ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ഫർള് നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനക്കോ വലിയ പ്രാധാന്യമുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സമയങ്ങളിലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? അത്തരം സമയങ്ങളെല്ലാം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ നമ്മുടെ സങ്കടങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ സന്തോഷങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല പറയേണ്ടതുണ്ടോ? പ്രാർത്ഥന മര്യാദ എന്നുള്ളതോ ആദ്യം റബ്ബിനോട് ഹംദ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രാർത്ഥന ആരംഭിക്കാൻ. ഹംദ് ചെയ്തുകൊണ്ട് തുടങ്ങണം. എന്നിട്ട് റബ്ബ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടോ റബ്ബിനോട് ശുക്ർ ചെയ്തുകൊണ്ടോ നമ്മുടെ പ്രാർത്ഥന ആരംഭിക്കണമെന്നാണ്. അതോടൊപ്പം നമ്മുടേതായ ആവശ്യങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയോടോ നമ്മുടെ പരലോക വിഷയങ്ങൾ ഉന്നയിക്കുകയും ദുന്യവിയായ വിഷയങ്ങൾ ഉന്നയിക്കുകയും പിന്നീട് നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കുടുംബ ബന്ധുമിത്രാധിപരും അങ്ങനെ തുടങ്ങി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഏത് പ്രാർത്ഥന കഴിഞ്ഞിട്ടും അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി സ്വലാത്ത് ചൊല്ലിയാൽ ആ പ്രാർത്ഥന മറയില്ലാതെ സ്വീകരിക്കപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ആകാശ ലോകത്തങ്ങനെ തട്ടിത്തിരി നിൽക്കുമെന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ പറ്റി സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥന അവിടെ തട്ടിത്തിരിയാതെ നേരിട്ടെത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്തോ ഹംദും സ്വലാത്തും എല്ലാം ചൊല്ലിക്കൊണ്ടോ നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുകയും പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും സ്വലാത്തിലെല്ലാം ചൊല്ലിക്കൊണ്ടോ പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യണമെന്നോ അഭ്യർത്ഥിക്കുകയാണ്. ആ നിലക്ക് അള്ളാഹുവിനെ സാമീപ്യം കരസ്ഥമാക്കുന്ന യഥാർത്ഥ വിശ്വാസികളെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രവർത്തകർ, റബ്ബേ ഇവരെ നമ്മയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കും റഹ്മാനെ. അള്ളാഹുവേ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ റഹ്മാനെ അവിടെ കടങ്ങളെല്ലാം എത്രയും വീട്ടാണ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും റഹ്മാനെ. അള്ളാഹു പല നിലക്കും അസുഖങ്ങൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾ റഹ്മാനെ അവിടെ എല്ലാ അസുഖങ്ങളും ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ നിന്റെ ഭീകരവും മാരകവുമായ എല്ലാവിധ പരീക്ഷയിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കും റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി
وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.